സ്റ്റാർസിനെ കാണിച്ചാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും. ഓക്കെ. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. തോൽപ്പിച്ചവരുണ്ട് പലരും പലവട്ടം. മലയനോട് തൊടുത്തു മറിച്ച എന്റെ അച്ഛനാദ്യം എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവച്ചപ്പോൾ കൈവിറച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോൾ മോഹിച്ച പെണ്ണും എന്നെ തോൽപ്പിച്ചു. അവസാനം സത്യം വിശ്വസിക്കാത്ത ചങ്ങാതിയും എന്നെ തോൽപ്പിച്ചു. തോൽവികളെ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം വീണ്ടും ബാക്കി. മറക്കിപ്പോ അംഗമറൂണും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവല്ല. വേണ്ട, ചതിയൻ ചന്തുവിന്റെ കഥ ഇവിടെ അവസാനിക്കട്ടെ. പുത്തൂരം വീടിന്റെ മാനം കാത്ത ആരോമലിനിയുടെ ചരിതം മാലോകർ വാഴ്ത്തട്ടെ. എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ ഉണ്ണി നീ. നിങ്ങൾ തോൽക്കരുത് മക്കളെ, നിങ്ങൾ തോൽക്കരുത്. സൂപ്പർ സൂപ്പർ. ഒന്ന് കണ്ണടച്ച ഞാൻ മമ്മൂക്ക ഇവിടെ നിന്ന് പറഞ്ഞ പോലെ അവസാനം 1-1 വന്ന് റീമി ടോമിയെ തോൽപ്പിച്ചു എന്ന് പറയുന്നത് നീ അതൊന്നും ഒരു ഹിന്റ് തന്നായിരുന്നേ ഞാൻ അത് തകർത്തേനെ. ആ സാരല്ല. ഇനി അമിതാഭ് ബച്ചനും കൂടെ രണ്ട് ഇത് മതി. एक हमारी हवा की चोटी की तरह कभी तो ओ कटो तो हमने क्या उसकी सोचा हमारा बबूती मुझे फिक्र तो नीलों की तकियों की 20 साल के बाद ये गांधी शब्द मुझे लिखा करते हो क्या? इतनी बड़ी दुनिया में बिना किसी दोस्त सबने से बात कर क्या? ओ कटे तो हम नहीं किया. उसकी सजा पर मोहब्बती मुझे फिक्र थी तो नीलों की तकियों की. സൂപ്പർ. ഇതേപോലെ ഈ സ്റ്റാറിനെ അനുകരിച്ചിട്ട് ചേട്ടൻ മനസ്സ് മറക്കാനാവാത്ത ജീവിതത്തിൽ ഒരു സ്റ്റേജിൽ വന്ന് ആരെങ്കിലും കെട്ടിപ്പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നോട്ടുമാല തന്ന് അല്ലെങ്കിൽ അബി എന്ന് പറഞ്ഞ സ്നേഹത്തോടെ കരഞ്ഞു പോയി എന്തെങ്കിലും അനുഭവം ചേട്ടൻ പറയാനുണ്ടോ? പറഞ്ഞാൽ എല്ലാ അഹങ്കാരമായി തീരും. ഇല്ല അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? നമ്മൾ വിശ്വസിക്കുന്നത്. പുറത്തു പോകുമ്പോഴാണ് കൂടുതൽ നോട്ടുമാലകൾ കിട്ടുന്നത്. ഈ മൃദംഗം വായിക്കുന്ന അതല്ല, അങ്ങനെയല്ല, അങ്ങനെ ടക്കട്ടക്കെന്ന് പറയുന്നത്. അത് വായിക്കുമ്പോ എനിക്ക് ഒരുപാട് സ്റ്റേജുകളിൽ നോട്ടുമാല കിട്ടാറുണ്ട്. ചെറിയൊരു ഉദാഹരണം കാണിക്കുക. അത് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. അയ്യോ തോപ്പിച്ചു, ആ ചേട്ടനെ തോപ്പിച്ചു. അല്ല, ഇതൊരു പ്ലാനിംഗ് ഇല്ലാതെ അദ്ദേഹത്തിന് അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വിളിക്കുന്നത്. സൂപ്പർ ചേട്ടാ. പ്രേംകുമാർ ചേട്ടാ, ഇപ്പൊ അടിപൊളി, നല്ലൊരു ഐഡിയ കൊടുക്കുക എല്ലാരും കൂടെ. നമ്മുടെ മലബാർ ഗോൾഡ്